എടാ നീ പോലും ടാക്സി വിളിക്ക്. ശബരിയേട്ടാ, ചെല്ല്. പോ. പോ. അമ്മ എഴുന്നേക്ക്. അയ്യോ. പതുക്കെ. അമ്മ വല്ലതും കഴിക്ക്. ഇനി പേടിക്കാനൊന്നുമില്ലല്ലോ. അവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തല്ലോ. അതെ അച്ഛ, അവനെ കിട്ടിയ നമ്മുടെ മഞ്ചാടി മോളെ നമുക്ക് കിട്ടിയതുപോലെയാ. അച്ഛനൊന്ന് സമാധാനായിട്ടിരിക്കെ. അതെങ്ങനെയാ അമ്പിളി? അവൻ മഞ്ചാടിയും കൊണ്ട് അവന്റെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷനാണ് പോലീസിന് കിട്ടിയത്. പക്ഷേ അവരവിടെ ചെന്നപ്പോ അവൻ മാത്രമേ ഉള്ളൂ. മഞ്ചാടി മോളെ അവൻ എങ്ങോട്ടേക്കാണ് മാറ്റിയതെന്ന് ആർക്കും അറിയില്ല. അതൊക്കെ പോലീസ് അവനെ കൊണ്ട് പറയിപ്പിക്കുമ്പോ രാവിലെ ആവുമ്പോഴേക്കും മഞ്ചാരിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. ഇന്നലെ വരെ അവളുടെ കൂടെ അവനുണ്ടായിരുന്നു. ഇന്ന് അവൻ പോലീസ് ലോക്കപ്പില. മഞ്ചാടി മോളിപ്പോ എവിടെ ആരുടെ കൂടെ ആയിരിക്കുന്ന എന്റെ ആധി. അച്ഛന്റെ മകള് സുരക്ഷിത സ്ഥാനത്ത് തന്നെ ഉണ്ടാകും. അവളിപ്പോ നാളെ വീണ്ടും അവന്റെ കൂടെ തന്നെ പോണോ അതോ സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങി വരണോന്ന് ചിന്തിക്കാവും. നീ പറയുന്നത് കേട്ടാ മഞ്ചാടി എവിടെയുണ്ടെന്ന് നിനക്കറിയാമെന്ന് തോന്നൂല്ലോ അമ്പിളി. അമ്പിളി ചേച്ചി അച്ഛനെ ആശ്വസിപ്പിക്കുന്നതിനൊപ്പം സ്വയം ആശ്വസിക്കാനും ശ്രമിക്കുക അച്ഛ. എന്തായാലും ജീവൻ രാജു അവരുടെ വീട്ടുകാരും മഞ്ചാടിയെ സുരക്ഷിതമായൊരിടത്തല്ലാതെ താമസിപ്പിക്കൂ അച്ഛ. അവളെ സംരക്ഷിക്കേണ്ടതിപ്പോ അവരുടെ കടമയല്ലേ. എന്നാലും ഇത്രയും സമയം പോലീസ് ചോദ്യം ചെയ്തിട്ടും അവൻ എന്തായിരിക്കും മഞ്ചാടി എവിടെയുണ്ടെന്ന് പറയാത്തത്?